സർ, ഒരുപാട് പേരുകൾ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ഹിഡൻബർഗ്, മറ്റേ ബർഗ്, പിന്നെ അതുപോലെ ബംഗ്ലാദേശ് സംഭവ വികാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ കേൾക്കുന്നു. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പോലും പലരും ഇന്ത്യക്കെതിരെ, അതായത് നരേന്ദ്രമോദിക്കാണ് അടുത്ത ഭീഷണി ബംഗ്ലാദേശ് പോലെ എന്നുള്ള ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നു. എങ്ങനെയാണ് സർ ഇതിന്റെ ആത്യന്തികമായിട്ട് സാറിന്റെ ഒരു നിരീക്ഷണം വരുന്നത്? അതായത് ഭാരതം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ലക്ഷ്യ സ്ഥാനമാണ്. ലോകത്ത് ഒരു 10 വർഷം മുമ്പ്, അതായത് നരേന്ദ്രമോദി വരുന്നതിന് മുൻപ്, ലോകത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന ഭാരതം ഇന്ന് 5ാമത്തെ സ്ഥാനത്തേക്ക് വന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് 3ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 8% വളർച്ചാ നിരക്കുള്ള ഒരേ ഒരു എക്കണോമി അത് ഭാരതമാണ്. ഇങ്ങനെ പല അർത്ഥത്തിലും ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾക്കും ശാക്തിക ചേരികൾക്കും ബദലായി ഒരു വൻ ശക്തിയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, മാറിക്കഴിഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു നേതാവും ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന മുതൽ അമേരിക്ക വരെയുള്ള വലിയ രാഷ്ട്രങ്ങൾ, ഇന്നലെ വരെ വലുതായിരുന്നു എന്ന് കരുതിയ രാഷ്ട്രങ്ങൾ ഇന്ന് ഭാരതത്തിന്റെ മുമ്പിൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടൻ നമ്മുടെ പിന്നിലായി, ജർമ്മനി നമ്മുടെ പിന്നിലായി, അങ്ങനെ പല രാജ്യങ്ങളും നമ്മുടെ പിന്നിലായി കഴിയുമ്പോൾ ഇനി നമ്മുടെ മുന്നിൽ എന്നുള്ളത് അമേരിക്കയും ചൈനയും മാത്രമാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന്റെ പിന്നിലാണ്. ഈ ഒരു വളർച്ച കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവ് കൊണ്ട് ഉണ്ടായതാണ് എന്ന് ലോകമെമ്പാടും അറിയാം. അതുകൊണ്ട് നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ലോകമെമ്പാടും ഉണ്ട്. നമുക്ക് ആഗോളതലത്തിൽ നോക്കിയാൽ ബന്ധുക്കൾ എന്ന് പറയാൻ ഒരു ഇസ്രയേലും അല്ലെങ്കിൽ റഷ്യയും, ഇങ്ങനെ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വൻശക്തി രാഷ്ട്രമായി മാറുന്ന ഭാരതത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ശ്വാസം മുട്ടിക്കുകയും അതിനെ അധാർമികമായ രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്, തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ചൈന പോലെ നമ്മൾക്കൊരു ഉരുക്കുമതിൽ ഇല്ല, ഇരുമ്പ് മറ ഇല്ല. ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ പത്രസ്വാതന്ത്ര്യമുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ ഭാരതം എന്ന് പറയുന്നത് തുറന്ന പുസ്തകമാണ്. എന്നാൽ ചൈന അങ്ങനെയല്ല, ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങനെയല്ല, അമേരിക്ക ഒട്ടുമേയല്ല. കാരണം അമേരിക്ക ലോക പോലീസ് ചമഞ്ഞു നിൽക്കുമ്പോൾ ആ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി, പെട്രോ ഡോളർ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ രൂപ കൊടുത്ത് ലോകത്ത് എവിടെ നിന്നും ഏത് സാധനവും വാങ്ങാൻ കഴിയുന്ന ബദൽ സാമ്പത്തിക ശക്തിയായി ഭാരതത്തിന്റെ കറൻസി വളരുകയാണ്. അമേരിക്കൻ ഡോളറിൽ കൂടി മാത്രം അന്താരാഷ്ട്ര വിനിമയം നടത്തിയിരുന്ന കാലഘട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭാരതം ആദ്യമായി റഷ്യയിൽ നിന്ന് ഇന്ത്യൻ രൂപ കൊടുത്ത് അവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ ലോകം ഞെട്ടി. ഇന്നിപ്പോൾ ലോകത്തെ 36 രാജ്യങ്ങൾ ഇന്ത്യൻ രൂപ സ്വീകരിച്ചുകൊണ്ട് തന്നെ കച്ചവടം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. G20 രാഷ്ട്രങ്ങളുടെ ചെയർമാൻഷിപ്പിൽ കയറിയിരുന്നു കൊണ്ട് ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളുടെ പ്രസിഡൻസി അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ വളരെ വേഗം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളുടെ നടുവിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അതിൽ കയറിയിരുന്നു. സ്വയം സിംഹാസനം സൃഷ്ടിച്ച് അതിലിരുന്നു. സ്വയമേവ മൃഗേന്ദ്രത എന്ന് പറയുന്ന സിംഹത്തിന്റെ അതേ ന്യായം ഉപയോഗിച്ച് ഭാരതം ഇന്ന് ലോക നേതാവായി കഴിഞ്ഞു. ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ ആയുധമെടുത്തിട്ടില്ല, സമ്പത്ത് ഉപയോഗിച്ചിട്ടില്ല, രാഷ്ട്രീയവും മതമോ ഒന്നും കളിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം കരുത്തുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെയായി. അപ്പോൾ സ്വാഭാവികമായും വൻശക്തി രാഷ്ട്രങ്ങൾ എന്ന മേനി നടിച്ച് പേരിട്ട് വീർത്ത് കെട്ടി നടന്നിരുന്ന പലരും ബലൂൺ പോലെ പൊട്ടി. ഇനിയിപ്പോൾ പൊട്ടാൻ പോകുന്ന ചൈനയാണ്, അതിന് പിന്നാലെ അമേരിക്കയും. ഈ ഒരു ഭയമാണ് ഇന്ന് ഭാരതത്തിനെതിരെ ഒന്നിച്ച് പോരാടാൻ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അവരുടെ കയ്യിൽ പല മാധ്യമങ്ങൾ ഉണ്ട്, പല സംവിധാനങ്ങൾ ഉണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് പോലെ ഒരു വിദേശ ശക്തി നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഈ രാജ്യത്തിന് അകത്തു നിന്നുള്ള ഒറ്റുകാർ അന്നും ഭാരതത്തിലെ ചക്രവർത്തിമാരെ ഒറ്റുകൊടുത്ത ചരിത്രമുണ്ട്. അതുപോലെ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ ഒരു വിഭാഗം വിദേശ ശക്തികൾക്ക് വേണ്ടി ഭാരതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇവിടുത്തെ NGOകൾ, പത്രപ്രവർത്തകർ, ബുദ്ധിജീവികൾ, സാഹിത്യ സാംസ്കാരിക നായകന്മാർ എന്ന് തുടങ്ങിയവരെല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് മാസപ്പടി പറ്റിക്കൊണ്ട് ഭാരതത്തെ, മാതൃഭൂമിയെ ഒറ്റുകൊടുക്കുകയാണ്. ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ പോലും
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഗൗരവമുള്ള വിഷയത്തെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ റോൾ ഇന്ന് ഭാരതത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു രാജ്യദ്രോഹിയുടെ, ലക്ഷണമൊത്ത രാജ്യദ്രോഹിയുടെ രാഷ്ട്രവിരുദ്ധന്റെ റോളിലേക്ക് മാറിയിരിക്കുന്നു. അതിന്റെ വലിയ തെളിവാണ് ഈ ഹിൻഡൻബർഗ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭാരതത്തിന്റെ ജനസംഖ്യ 144 കോടിയില് 1 കോടി ആൾക്കാർക്ക് പോലും അറിയില്ല ഷെയർ മാർക്കറ്റ് എന്താണ്, ഷെയർ മാർക്കറ്റിന്റെ പ്രവർത്തനം എന്താണ്. ഷെയർ മാർക്കറ്റ് കേട്ടിട്ടുള്ളവർ കുറച്ചുകൂടെ കാണും. പക്ഷെ ഷെയർ മാർക്കറ്റ് പ്രവർത്തനത്തിൽ ദൈനംദിനം ഇടപെടുന്ന വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മേഖലകളെ കുറിച്ച് 1 കോടി ഇന്ത്യക്കാർക്ക് പോലും അറിയില്ല. ഈ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഹിൻഡൻബർഗിനെ പോലെയുള്ള ആൾക്കാര് ഭാരതത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് അറിയുന്നതിന് വേണ്ടി എന്താണ് ഷെയർ മാർക്കറ്റിൽ ഹിൻഡൻബർഗിനുള്ള റോൾ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വൻകിട കമ്പനികളുടെ ഷെയർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ഇതാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പോൾ ടാറ്റ ആണെങ്കിലും അദാനി ആണെങ്കിലും ബിർള ആണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള കിറ്റെക്സോ ഫെഡറൽ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ആണെങ്കിലും കിറ്റെക്സ് ആണെങ്കിലും അവർക്കൊക്കെ ഷെയർ ഉണ്ട്. ഈ ലക്ഷക്കണക്കിന് ഷെയറുകൾ ഏത് സാധാരണക്കാരനും വാങ്ങാം, സമ്പന്നനായിട്ടുള്ള ആൾക്കാർക്കും വാങ്ങാം. അപ്പോൾ അവർക്ക് ഈ ഷെയർ മാർക്കറ്റിൽ പോയി ഇത് വാങ്ങാം, വില കൂടുമ്പോൾ വിൽക്കാം എന്ന് മാത്രമേ സാധാരണക്കാർക്ക് അറിയൂ. വില കുറഞ്ഞാൽ നഷ്ടം, വില കൂടിയാൽ ലാഭം എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ പറയുന്നു ഇത് തെറ്റിദ്ധാരണയാണ്. അവിടെയാണ് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ പഠിക്കേണ്ടത്. ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി കേവലം ഒരു പുതിയ കമ്പനിയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ്. അത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞ ചോട്ട കമ്പനിയാണ്. കമ്പനിയുടെ ഡെഫിനിഷനിൽ പോലും വരുന്നില്ല. LLC എന്നാണ് അമേരിക്കയിൽ അതിന് പറയുക. ഇന്ത്യയിൽ പറയുക LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയും. ഒരു കമ്പനി എന്നൊന്നും പറയാനില്ല, ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയാനുള്ളൂ. അതിലെ ജീവനക്കാര് ഈ പറയുന്ന ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഇവിടെ വലിയ ആനയാന്ന് കൊട്ടിഘോഷിക്കുന്ന ആ കമ്പനിക്ക് ലോകം മുഴുവനുമായിട്ട് ആകെ എത്ര ജോലിക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ ഇന്നും ഞാൻ നോക്കി 9 പേരേ ഉള്ളൂ. 9 പേര്, 10 പേര് പോലും ഇല്ല. നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ പോലും ഇതിൽ കൂടുതൽ ജോലിക്കാരുണ്ട്. തട്ടുകടയിൽ പോലും ഇതിൽ കൂടുതൽ ജോലിക്കാരുണ്ട്. അതുപോലും ഇല്ലാത്ത ഈ തട്ടിക്കൂട്ട് കമ്പനി വെറും 9 സ്റ്റാഫിനെ വെച്ചുകൊണ്ട് 2017 നഥാൻ ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി തുടങ്ങിയ ഒരു സ്ഥാപനമായിട്ട്. എന്തിനു വേണ്ടിയാണ് ഈ ഹിൻഡൻബർഗ് കമ്പനി തുടങ്ങിയത്? അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റിസർച്ച് കമ്പനിയാണ് ഇത്. ഏത് കാര്യത്തിലാണ് റിസർച്ച് നടത്തുന്നത്? ഷോർട്ട് സെല്ലിംഗ് റിസർച്ച് ആണ് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ഇടിയുമ്പോൾ ലാഭമുണ്ടാക്കുന്ന പദ്ധതിക്കാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. എല്ലാവരും പറയും ഷെയർ മാർക്കറ്റ് കയറുമ്പോൾ ഇത്ര ലക്ഷം കോടി രൂപ നേട്ടമുണ്ടായി, ഷെയർ മാർക്കറ്റ് ഇടിയുമ്പോൾ പറയും ഇത്ര ലക്ഷം കോടി രൂപ നഷ്ടമുണ്ടായി. ഈ നേട്ടവും നഷ്ടവുമെല്ലാം കേവലം ഊഹക്കച്ചവടത്തിലെ കണക്കുകൾ മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ബൈജുവിന് ഒരു കമ്പനി ഉണ്ട്, അതിന് 1 ലക്ഷം ഷെയർ ഉണ്ട് എന്നിരിക്കട്ടെ. ബൈജുവിന്റെ കമ്പനി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ട്, നല്ല വരുമാനമുണ്ട്. അപ്പോൾ ബൈജു എന്ത് ചെയ്തു? ആ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിലേക്ക് വിറ്റു. അപ്പോൾ ആ ഷെയർ 10 രൂപയ്ക്ക് വിറ്റു. ബൈജുവിന്റെ കമ്പനി ലാഭത്തിലായതുകൊണ്ട് ആ 10 രൂപയുടെ ഷെയർ 20 രൂപയായി, 30 രൂപയായി. അപ്പോഴേക്കും എല്ലാവരും ഇത് വാങ്ങാൻ തുടങ്ങി. അപ്പോ ഒരാൾ പറഞ്ഞു ബൈജുവിന്റെ കമ്പനി നല്ലതാണ്, ഭയങ്കര ലാഭമാണ്, 10 രൂപയുടെ ഷെയർ ഇപ്പൊ 20 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ വന്നു 20 രൂപയ്ക്ക് 100 ഷെയർ മേടിച്ചു. അതറിഞ്ഞുകൊണ്ട് വേറൊരാൾ വന്ന് 200 ഷെയർ മേടിച്ചു. അപ്പോഴേക്കും കമ്പനിയുടെ ഷെയർ ഏതാണ്ട് തീരാറായി, കിട്ടാതെയായി. അപ്പൊ കയ്യിലിരിക്കുന്ന ഷെയറുകൾ ആൾക്കാർ കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഡിമാൻഡ് കൂടി, ആൾക്കാർ വന്ന് 300 മേടിച്ചു, 400 മേടിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് മേടിക്കാൻ വന്നപ്പോ ഇല്ലല്ലോ, ആകെ ലക്ഷമല്ലേ ഉള്ളൂ ഷെയർ. അപ്പൊ ഷെയറിന്റെ വില കൂടി. ഷെയറിന്റെ വില കൂടുമ്പോൾ
ഷെയറിന്റെ നമ്പർ ആയിട്ടുള്ള 1,00,000 ഗുണം അത്രയും ബൈജുവിന്റെ കമ്പനിയുടെ മാർക്കറ്റ് അങ്ങ് വലുതായിട്ട് പൊങ്ങി. ഇവിടെ വേറൊരു ബൈജുവിനും ഉണ്ട് കാര്യമുണ്ട്, അതായത് ബൈജു രവീന്ദ്രന്റെ കമ്പനി ഇതുപോലെ ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു. ഇപ്പോ ഭയങ്കരമായിട്ട് തളർന്നു. എന്താണ് കാരണം? വാർത്തയാണ് അടിസ്ഥാനം. അല്ലാതെ കമ്പനിയുടെ അസറ്റോ കമ്പനിയുടെ വരവ് ചെലവ് കണക്കോ ഒന്നും ഇവിടെ ആരും നോക്കുന്നില്ല. ഊഹാപോഹങ്ങളുടെയും വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഷെയർ വില ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ, താഴുമ്പോൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിനാണ്, ഒരു പരിപാടിക്കാണ്, ഒരു പ്രക്രിയക്കാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയാം. അതെങ്ങനെയാണ് ഷോർട്ട് സെല്ലിംഗ് വെക്കുക? ഒരാള് ഒരു കമ്പനിയുടെ ഷെയർ നല്ല നിലയിൽ നിൽക്കുമ്പോൾ അയാൾ പോയി കുറെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഹിൻഡൻബർഗ് കമ്പനി ഉണ്ടാക്കിയതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഷോർട്ട് സെല്ലിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണ്. അതായത് ഉയർന്ന നിലയിലുള്ള ഷെയർ കമ്പനിയിൽ പോയി വാങ്ങുക, വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഹിൻഡൻബർഗ് ചെയ്യുന്ന പണി, ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിയുമ്പോൾ അവർ ഷെയർ ഹോൾഡറായി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായി. അപ്പൊ ഷെയർ ഹോൾഡർക്ക് കമ്പനിക്കെതിരെ ഷെയർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള, അതായത് ഷെയർ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള നിയമപരമായ അവകാശം വെച്ചുകൊണ്ട് കേസ് കൊടുക്കാം, അതുപോലെ തന്നെ പ്രസ്താവനകൾ ഇറക്കാം, അതുപോലെ തന്നെ റിസർച്ച് നടത്താം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഷെയർ മേടിക്കും. ഉദാഹരണത്തിന് ഇവിടെ വന്നു അദാനിയുടെ ഷെയർ മേടിച്ചു. എന്നിട്ട് അദാനിയുടെ ഷെയർ മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് അദാനിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, വാർഷിക റിപ്പോർട്ട് കിട്ടും. കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് കിട്ടി. ഉടനെ വാർഷിക റിപ്പോർട്ടിൽ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ ഈ 9 അംഗ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഒരു അന്വേഷണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാകും. എന്നിട്ട് ഈ റിപ്പോർട്ട് പുറത്തു വിടുന്നതിന് മുമ്പ് പത്രങ്ങൾക്ക് ലീക്ക് ചെയ്ത് കൊടുക്കും. ഇതാ അദാനി കമ്പനിയിലെ ഷെയർ എനിക്കുണ്ട്, ആ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ 10-ാം തീയതി ഞാൻ പുറത്തുവിടും. ഇതാണ് ആദ്യത്തെ വാർത്ത. ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ 10-ാം തീയതി പുറത്തുവിടും. ഉടനെ ആൾക്കാർ ഞെട്ടാൻ തയ്യാറായിട്ടിരിക്കുക, ഇയാൾ എന്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ അയാള് 10-ാം തീയതി പുറത്തുവിടുകയാണ്, കമ്പനിയുടെ അക്കൗണ്ട്സ്, ഓഡിറ്റിങ്, കണക്ക്, വരവ്, ചെലവ് ഒന്നും ശരിയല്ല, ഈ കമ്പനി ഉടനെ പൊളിയാൻ പോവാണ്. ഇതാണ് അയാൾ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിടുന്നത്. ഉടനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർ, ഒരാൾ 100 ഷെയർ ഉണ്ടായിരുന്ന വിറ്റു, ഉടനെ അടുത്ത ആൾ 1000 ഷെയർ ഉണ്ടായിരുന്ന വിറ്റു, അടുത്ത ആൾ 10,000 ഷെയർ വിറ്റു. പെട്ടെന്ന് കമ്പനിയുടെ ഷെയർ അങ്ങോട്ട് താന്നു. ഇത് മനഃപൂർവ്വം താക്കുന്നതാണ്. എന്തിനു വേണ്ടിയാ താക്കുന്നത്? ഇവിടെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കയ്യിൽ ഷെയർ ഇല്ലാതെ കമ്പനിയുടെ ഷെയർ വിൽക്കാം. ഇത് സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷോർട്ട് സെല്ലിംഗ് എന്നാണ് ഇതിന് പറയുക. ഇപ്പോ അദാനി കമ്പനിയിൽ എനിക്ക് ഷെയർ ഇല്ല, അല്ലെങ്കിൽ ബൈജുവിന് ഷെയർ ഇല്ല. പക്ഷെ ബൈജുവോ ഞാനോ തീരുമാനിക്കുന്നു അദാനി കമ്പനിയുടെ 1,00,000 ഷെയർ ഞാൻ വിൽക്കുന്നു. എന്നിട്ട് ഷെയർ ബ്രോക്കറോട് ഞാൻ പറയുന്നു 7 ദിവസത്തിനകം, അല്ലെങ്കിൽ 4 ദിവസത്തിനകം, അല്ലെങ്കിൽ ഇത്ര എന്തോ ആ ദിവസത്തിനകം ഞാൻ ഈ ഷെയർ നിങ്ങൾക്ക് തന്നോളാം. ഇപ്പോൾ ഞാൻ 1000 രൂപ വിലയുള്ള 1,00,000 ഷെയർ വിൽക്കുന്നു. എന്റെ കയ്യിൽ സാധനം ഇല്ല, പക്ഷെ 7 ദിവസം ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നത്. അങ്ങനെ ഞാൻ 1,00,000 ഷെയർ വിറ്റ് കഴിയുമ്പോൾ എനിക്കിത് മേടിച്ചല്ലേ പറ്റൂ. ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ മേടിച്ച് ഈ ആളിന് കൊടുത്തല്ലേ പറ്റൂ. അതിനിടയ്ക്ക് ഞാൻ ഈ കമ്പനിക്കെതിരെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു. എന്റെ കയ്യിൽ ഷെയർ ഇല്ല, പക്ഷെ ഞാൻ ഷെയർ വിറ്റു, അതുകൊണ്ട് എനിക്ക് 1,00,000 ഷെയർ മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അതിന് സ്ക്വയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചില സാങ്കേതിക പദങ്ങളുണ്ട്. അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ ഇല്ലാത്ത ഷെയർ വിറ്റു. ഞാൻ ഒരു ഷെയറിന് 1000 രൂപയ്ക്കാണ് വിറ്റത്. പക്ഷേ വില കുറയുകയാണെങ്കിൽ എനിക്കിത് 500-നോ 800-നോ ഒക്കെ കിട്ടിയാൽ ഭയങ്കര ലാഭമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഇതാ കമ്പനി പൊട്ടാൻ പോകുന്നു, കമ്പനി പൊളിയാൻ പോകുന്നു, കമ്പനി ആകപ്പാടെ അലമ്പാണ്, അലങ്കോലമാണ്. ഞാൻ കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. എവിടെയാ കേസ് കൊടുത്തത്? സെബിയിൽ കേസ് കൊടുത്തു, കോടതി കേസ് കൊടുത്തു, പത്രത്തിൽ വാർത്ത വന്നു. ഈ പത്രക്കാർക്കെല്ലാം പൈസ കൊടുക്കും, പത്രക്കാരെല്ലാം എഴുതി മൂപ്പിക്കും, ചാനലുകാർക്കൊക്കെ പൈസ കൊടുക്കും. ഈ പൈസ എവിടുന്നാ വരുന്നതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. എന്റെ കണക്കുണ്ട്, കൃത്യമായ കണക്കുണ്ട്. എന്നിട്ട് ചാനലുകാരും പത്രക്കാരും പറയുന്നു ഇതാ അദാനി കമ്പനി പൊളിയാൻ പോകുന്നു, പൂട്ടാൻ പോകുന്നു, ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇതാ 10-ാം തീയതി പുറത്തുവിടാൻ പോകുന്നു. ഉള്ളവരെല്ലാം അദാനിയുടെ ഷെയർ വിൽക്കാൻ തുടങ്ങി. ഷെയറിന്റെ വില താന്നു. 1000 രൂപ ഷെയർ വില ഉണ്ടായിരുന്നത് 900-ആയി, 800-ആയി, 600-ആയി, 500 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവൻ പോയി
1000-ന് വിറ്റ ഷെയർ 500-ന് മേടിക്കും. ഇതാരും അറിയല, ഇതൊരു പത്രക്കാരനും പറയല, അവരാരും അന്വേഷിക്കാനും പോവുകയല്ല. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ലാഭത്തിനാണ് ഷോർട്ട് സെല്ലിംഗ് പ്രോഫിറ്റ് എന്ന് പറയുക. ഇതൊക്കെ സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. അങ്ങനെ ഈ ഹിൻഡൻബർഗ് കമ്പനി അദാനി കമ്പനിയുടെ ഷെയർ ഷോർട്ട് സെല്ലിംഗ് നടത്തിയപ്പോൾ അയാൾക്ക് കിട്ടിയ ലാഭം 8,39,46,600 കോടി രൂപയാണ്. അത്രയും വലിയ തുകയാണ് ഇയാൾക്ക് കിട്ടിയത്. അപ്പോ അത്രയും ഡോളർ, അതായത് 8,39,46,600 ഇയാൾക്ക് ലാഭം കിട്ടുമ്പോ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 33,87,86,400 രൂപ ഇയാൾക്ക് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ലാഭം കിട്ടി. ഒരു സെക്കൻഡ് എന്നുള്ളത് വേണമെങ്കിൽ 1 മണിക്കൂറിനോ 1 ദിവസമെന്നോ ഒരാഴ്ചയെന്നോ എടുത്തോളൂ. പക്ഷെ ഈ കണക്ക് കൃത്യമായ കണക്കാണ്. അതായത് 33,57,86,400 രൂപ ഈ ഹിൻഡൻബർഗ് കമ്പനിക്ക് ലാഭം കിട്ടി. ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആളിന് ലാഭം കിട്ടി. 33 കോടി കിട്ടുന്നതിൽ 2-3 കോടി ഇന്ത്യയിലെ ചാനലുകാർക്കും പത്രക്കാർക്കും വിതരണം ചെയ്തു കഴിഞ്ഞാൽ അവർ എഴുതി മൂപ്പിച്ചോളുകയല്ലേ. അതോടൊപ്പം തന്നെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം കളിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് എന്താ ലാഭം എന്നറിയാമോ? രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്ത് ലാഭമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ലാഭം എത്രയാന്ന് ചോദിച്ചാൽ 46,50,000 രൂപ രാഹുൽ ഗാന്ധിക്ക് ഈ കളിയിൽ ലാഭം കിട്ടി. അദാനിയുടെ ഷെയർ തൊടാതെ തന്നെ. അതെങ്ങനെയാണ് അദാനിയുടെ ഷെയർ തൊടാതെ അദാനിയുടെ ഷെയർ ഇടിയുമ്പോ ഈ ലാഭം കിട്ടുന്നത്? അതായത് മുൻനിര ഓഹരികൾ ഇടിഞ്ഞാൽ അതിന് തൊട്ട് പുറകിൽ നിൽക്കുന്ന ഓഹരികളും ഇടിയും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ മുന്നിൽ പോകുന്ന ഒരു വാഹനം നിർത്തിയാൽ പുറകെ വരുന്ന വാഹനമൊക്കെ നിർത്തേണ്ടി വരും. മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയാൽ പുറകെ വരുന്ന വാഹനം സ്ലോ ആകേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് ട്രെൻഡാണ്. ഈ ട്രെൻഡില് താഴേക്ക് വീണ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ ആയി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇവർക്ക് വാങ്ങിക്കാം. രാഹുൽ ഗാന്ധി അങ്ങനെ വാങ്ങിച്ചു. ഏതൊക്കെ കമ്പനിയുടെ ഷെയർ ആണെന്ന് കൃത്യമായിട്ട് പറയാം. റായ്ബറേലി തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയുടെ കൂടെ നൽകിയ സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഏഷ്യൻ പെയിന്റിന്റെ ഷെയർ, ബജാജ് ഫിനാൻസിന്റെ ഷെയർ, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഷെയർ, ഇൻഫോസിസിന്റെ ഷെയർ, ITCയുടെ ഷെയർ 5 മാസം മുമ്പ് വാങ്ങിച്ചു. വാങ്ങിച്ചത് 4,33,00,000 രൂപയ്ക്ക്. ഈ പറഞ്ഞ ഹിൻഡൻബർഗ് ബഹളം എല്ലാം കഴിഞ്ഞ് ഇത് വിറ്റപ്പോ 4,80,00,000 രൂപ ലാഭം കിട്ടി. അദ്ദേഹത്തിന് കിട്ടി, രാഹുൽ ഗാന്ധിക്ക് കിട്ടി. എന്ന് പറയുമ്പോൾ കൃത്യമായ ലാഭം, ഇതിന്റെ ഡിഫറൻസ് 5 മാസം കൊണ്ടുണ്ടായത് 46,50,000 രൂപ രാഹുൽ ഗാന്ധിക്ക് കിട്ടി. ഒരു മാസം 9,30,000 രൂപ ലാഭം രാഹുൽ ഗാന്ധിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഹിൻഡൻബർഗും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ കണക്ക് സഹിതമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇവിടെ നമുക്ക് ഷെയർ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാൽ രേഖാമൂലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സാധാരണ ഒരു ഇന്ത്യക്കാരനോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റില്ല.